ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി ഉറക്കം എണീറ്റതേ ഉള്ളൂ. എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, ഡാൻഡ്രഫിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പം അതൊന്ന് ഡോക്ടറെ കാണിക്കണം. അപ്പോൾ രാവിലെയാണ് അപ്പോയിൻമെൻറ്റ്. രാവിലെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മളിവിടെ ഫുൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. ബേസിക്കലി ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് ക്ലീനിങ് ആൻഡ് റൂം മേക്ക് ഓവർ ചെയ്യണം എന്ന് ഒരാൾ പറഞ്ഞു. പക്ഷേ ഞാൻ റൂം മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. സോ അതെല്ലാം കൂടെ വെച്ചിട്ട് ഞാനാണെങ്കിൽ ഒരു റൂം ടൂർ എന്തെങ്കിലും പോലെ പിന്നെ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇതൊന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത്, ടേബിളിൻ്റെ അവസ്ഥ. പക്ഷേ ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഓർഗനൈസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ വെക്കുന്ന ഡ്രോയർ ഉണ്ടല്ലോ, സ്റ്റോറേജ് വെക്കുന്ന ബോക്സസ്, അതൊന്നും വന്നിട്ടില്ല. ഞാൻ ഓർഡർ ചെയ്തത് വന്നാലേ പ്രോപ്പർലി എനിക്കിത് അറേഞ്ച് ആക്കാൻ പറ്റൂ. ആൻഡ് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഇവിടെയൊക്കെ അത്യാവശ്യം ഓർഗനൈസ്ഡ് ആണ്, കണ്ടോ. ആൻഡ് അതേപോലെ ഇവിടെയും ഒരു പരിധി വരെ ഞാൻ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ചെരുപ്പൊക്കെ വെക്കാറുണ്ട് ഇവിടെ. താഴെയും ചെരുപ്പാണ് വെക്കുന്നത്. ആൻഡ് എൻ്റെ കട്ടിലിൻ്റെ അവസ്ഥ, ഇത് ഞാൻ ലാസ്റ്റ് ടൈം ഓണം ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളാണ്. കുറേയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാണാത്ത ഐറ്റംസും ഉണ്ട് ഇതിനകത്ത്. കുറേയൊക്കെ പുതിയത് മേടിച്ചതും ഒക്കെ ഉണ്ട്. പിന്നെ അതിവിടെ കുറച്ച് മെസ്സുണ്ട്, ഡ്രസ്സൊക്കെ കിടപ്പുണ്ട്. ആൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ, നമ്മൾ റൂമിൻ്റെ പെയിൻറ്റ് മാറ്റി, ഡോറിന് പെയിൻ്റ് അടിച്ചു. സോ യാ, ആൻഡ് ഇവിടെ ലൈറ്റ്സ് വെച്ചു. ഇതേ കണ്ടോ, നമ്മുടെ ഡ്രസ്സിങ് ടേബിളിൽ ഫൈനലി ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. സോ എനിവേ, അപ്പം ഞാൻ മാക്സിമം വിചാരിച്ചു നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് റൂം ടൂർ വീഡിയോയിൽ ഇത് കാണിക്കാമെന്ന്. ബട്ട് അതുവരെ നമ്മൾ വീഡിയോ എടുക്കാതിരിക്കുന്നത് ഡസൻറ്റ് മേക്ക് എനി സെൻസ് എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴേ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ നേരം ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നിട്ടാണ് നമ്മുടെ ക്ലീനിങ്. ആൻഡ് ബേസിക്കലി എൻ്റെ റൂം മാത്രമല്ല കേട്ടോ, നമുക്ക് കിച്ചണൊക്കെ ക്ലീൻ ആക്കണം. ഹാളൊക്കെ ക്ലീനാണ്, ബട്ട് കിച്ചൺ നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യണം. എൻ്റെ റൂമിൽ കുറച്ച് സാധനങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം ഇവിടെ പെയിൻറ്റിങ് ആയിരുന്ന സമയത്ത് ഫുൾ മെസ്സായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചാൽ പിന്നെ കിച്ചൺ ഓൾറെഡി ക്ലീനാണ്. പക്ഷേ ഷെൽഫെല്ലാം നമ്മൾ തുറന്ന് മാറ്റി ക്ലീൻ ആക്കണം. ഓൾസോ നമ്മൾ ഇവിടെ ലൈറ്റ് ഇട്ടു, കണ്ടോ. ഇവിടെ ഇതിൽ ലൈറ്റ് വർക്ക് ആവുന്നില്ല, അപ്പോൾ അത് മാറ്റി വാങ്ങിച്ചിട്ട് ഇടണം. ബട്ട് ഇതിൽ മുകളിൽ ലൈറ്റ് ഇട്ടു നമ്മൾ. നിങ്ങൾക്ക് ആ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു ബാക്കിൽ ആ എസ്തെറ്റിക്സ് മാച്ച് ആവുന്ന പോലെ തോന്നിയില്ലേ. ഡോർ അടച്ചിട്ടാൽ മാച്ച് ആവുമായിരിക്കും. ഇപ്പോൾ തുറന്നിട്ടേക്കുവാണ് എനിവേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു 10 മണി 11 ആയിട്ടുണ്ടാവും. ഇനി ഞാൻ പോയിട്ട് ഇപ്പോഴാണ് ഉറക്കേണ്ടിയിട്ട് വന്നത്. കുറേ നാൾ കൂടി ഞാൻ നന്നായിട്ട് ഉറങ്ങുന്നത്. ഇന്നലെയും ഇന്നും കൂടിയാണ് ഈ സമയം വരെയൊക്കെ ഉറങ്ങുന്നത്. എല്ലാ ദിവസമൊക്കെ നേരത്തെ എണീക്കും. ആൻഡ് നാളെ എൻ്റെ ഫ്രണ്ട്സ് വരും. സോ അതിന് മുന്നേ നമുക്ക് ഇവിടെ ഫുൾ ക്ലീൻ ആക്കണം. പെയിൻറ്റിങ് ഒക്കെ നടന്നുകൊണ്ടേ അവർ വരുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കിടന്നാൽ ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ മറ്റന്നാൾ ഓണമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ ഇതെല്ലാം നമ്മളിന്ന് ക്ലീനാക്കി സെറ്റാക്കണം. സോ അപ്പം അത്രയാണ് ഉള്ളത്. ആൻഡ് ബാത്റൂം തുറന്നിട്ടേക്കുവാണ്, ബിക്കോസ് ഇത് ക്ലീൻ ചെയ്തിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. എല്ലാം ഫുൾ ഓൺ ക്ലീനിങ് ആണ്. ഇവിടെയൊക്കെ തുടയ്ക്കണം. പെയിൻറ്റ് പണി കഴിഞ്ഞിട്ട് സ്വിച്ച് ബോർഡിലൊക്കെ ചെറുതായിട്ട് പെയിൻറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ക്ലീൻ ആക്കണം. ഈ വാർഡ്രോബിലാണെങ്കിൽ ചെറിയ പിടിച്ചതിൻ്റെയൊക്കെ കുറച്ച് പാടുണ്ട് പണിയൊക്കെ ചെയ്ത സമയത്തെ. അപ്പം അതൊക്കെ നമ്മൾ തിന്നർ വെച്ചൊന്ന് ക്ലീൻ ആക്കണം. ഫുൾ ഓൺ ക്ലീനിങ് ആണിന്ന്. സോ അപ്പോൾ ഇത്രയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. സോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്നിട്ട് പോയി ഫുൾ കിച്ചണൊക്കെ ആദ്യമേ നമ്മളങ്ങ് ക്ലീനാക്കി, ഫുൾ ഡീപ്പ് ക്ലീൻ ആക്കി. അത്ര വൃത്തിയിടൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നമ്മൾ എന്നാലും ഒന്ന് എടുത്തെല്ലാം പൊടിയൊക്കെ തുടച്ചൊന്നുകൂടെ റീഅറേഞ്ച് ചെയ്തൊക്കെ വെച്ചു. എല്ലാം പൗഡേഴ്സൊക്കെ ടിന്നിലൊക്കെ ആക്കി വെച്ചു. നമ്മൾ കിച്ചണിലോട്ട് കുറേ നല്ല പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അടുത്ത വ്ളോഗിൽ കാണിച്ചു തരാം, നല്ല രസമുണ്ട്. ആൻഡ് ഇനിയും നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ കിച്ചണിലോട്ട് വാങ്ങിക്കണം. പിന്നെ ഞാൻ പോയി എൻ്റെ റൂം ക്ലീനാക്കി. മെയിനായിട്ട് ആ ബെഡാണ് കേട്ടോ ക്ലീൻ ആക്കാണ്ടെന്ന്, ബെഡ്ഷീറ്റ് മാറ്റുക അതൊക്കെ. ബാക്കിയൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഫുൾ ഡേ മൊത്തം ക്ലീൻ, ഫുൾ ഡേ എന്ന് പറയാൻ പറ്റില്ല, ഹാഫ് ഡേ ഹോസ്പിറ്റലിൽ നിന്ന് പോയി. അത് കഴിഞ്ഞ് ബാലൻസ് എൻ്റെ തലയിൽ ഈ കെട്ടൊന്ന് ഇതാക്കണം. കുളിച്ചിട്ട് മറ്റേ ടവൽ വാഷ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് ഈ വലിയ ടവലെടുത്ത് തലയിൽ വെക്കേണ്ടി വന്നു. വിളിച്ച് വന്നതേ ഉള്ളൂ, ചായക്ക് എടുത്ത് ചായയുടെ അവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഒരു 6:30-7 മണി ആവാറായിട്ടുണ്ടാകും. എൻ്റെ മെജോറിറ്റി എൻ്റെ റൂമിൽ ഞാൻ ക്ലീനാക്കി. ഈ ക്ലീനിങ് പ്ലസ് വ്ളോഗിങ് എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ടാസ്ക് വേറെ ഒന്നും ഈ ലോകത്തില്ല. ഐ മീൻ ക്യാമറ നമ്മൾ വെക്കുന്നു, അതിനനുസരിച്ച് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ബേസിക്കലി ക്ലീൻ അതേ ഷൂട്ട് ചെയ്യാത്തത്. സോറി. ഫസ്റ്റായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും സാധനങ്ങളുണ്ടല്ലോ നമുക്ക് ക്ലീൻ ആക്കാൻ. ആൻഡ് ഫ്ലോറിലെ ഈ കവർ ഞാൻ എടുത്ത് മാറ്റും.
ആൻഡ് പിന്നെ ഞാൻ പോയിട്ട് നിങ്ങളെന്നോട് കുറേ പേര് ചോദിച്ചൊരു കാര്യമായിരുന്നു ഹോൾ വീഡിയോ ഞാൻ ലാസ്റ്റ് ടൈം ഓണത്തിന് വേണ്ടി ഷോപ്പ് ചെയ്തതൊക്കെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഷൂട്ട് ചെയ്തു, ബട്ട് ആ വീഡിയോ അത്ര പോരാ, അതാണ് ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ആ ഡ്രസ്സൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ എല്ലാം മടക്കി ഒതുക്കി ക്ലീനാക്കി വെക്കുന്നത്. ബിക്കോസ് അതും കൂടെ ഉള്ളൂ ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടെ ക്ലീനാക്കി വെച്ചാൽ ഫുൾ സെറ്റാണ്. അപ്പം ഞാൻ ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വയ്ക്കും. പിന്നെ ആ ചെരുപ്പും ആക്സസറീസും എല്ലാം എടുത്ത് അത് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. ഈ പുതിയ കേസ് ആൻഡ് ഞാനിവിടെയൊക്കെ ക്ലീനാക്കി. ആൻഡ് കട്ടിലുള്ളത് ആ ഒരു സാരിയാണ് കേട്ടോ, അത് മാറ്റി വെക്കണം. ആൻഡ് മൈ ഹെഡ്സെറ്റ് ആൻഡ് മറ്റേ പഴയ കേസ്. ഓക്കെ, സോ ആൻഡ് പിന്നെ മൈ ചായ ഗ്ലാസ്. ഓക്കെ, അത്രയും കൂടെ മാറ്റിയാൽ മതി. അതർവൈസ് ഫുൾ ക്ലീനാക്കി. ഫുൾ ക്ലീൻ ആക്കുമ്പോൾ ഒരു ക്യാൻഡിൽസൊക്കെ കത്തിച്ചിട്ടുള്ള മണം കിട്ടുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഓ മൈ ഗോഡ്, അടിപൊളി. ആൻഡ് ഞാനിപ്പോൾ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. ഫുള്ളി ഓർഗനൈസ്. നമുക്ക് ഹാങ്ങർ തൂക്കുമ്പോണ്ടല്ലോ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ലൈക്ക് ഇനിയും ഇവിടെ ക്ലോത്ത്സ് തൂക്കാൻ പറ്റും. ആൻഡ് ഒന്നും തന്നെ ചുളിയില്ല, എല്ലാം പ്രോപ്പർലി ഇരിക്കും. ആൻഡ് നേരത്തെ കുറേ ഹാങ്ങർ ഉണ്ടായിരുന്നതാണല്ലോ, ഇപ്പോൾ വെറും 3 ഹാങ്ങറാണ് ബാക്കിയില്ല. ബാക്കി അത്രയിലും ഐ ഫിൽ മൈ ഡ്രസ്. അപ്പം എനിക്ക് സന്തോഷമായി. എല്ലാം ഫുൾ ക്ലീനാക്കി. ഈവൻ ചെരുപ്പും അവിടെയൊക്കെ ഞാൻ വെച്ചു, എല്ലാം സെറ്റാക്കി. സോ ഇനി ഞാൻ രാവിലെ ആയിട്ട് ഇപ്പോഴാണ് ഞാൻ ഇതിനൊന്ന് ഇരിക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് നേരം ഇത് കഴിഞ്ഞ് ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. ജിമ്മിൽ പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ടാണ് ബാക്കി ക്ലീൻ ചെയ്തത്. ഇപ്പം ഈ കണ്ടതൊക്കെ കാണിച്ചത്. ആൻഡ് ഇനി ഞാൻ കുറച്ച് പോയി റെസ്റ്റ് എടുക്കും. സോ അത്രയുള്ള വീഡിയോ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.